T20 ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോൾ വീണ്ടും ഒരു ഇടിവെട്ട് സെഞ്ചുറിയുമായി ഭദ്രമാക്കിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. സൗത്ത് ആഫ്രിക്കയുമായുള്ള നാലാമത്തെയും അവസാനത്തെയും T20യിലാണ് താരം തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയത്. ജോഹാൻസ്ബർഗിലെ വണ്ടർ സ്റ്റേഡിയത്തിൽ 56 ബോളിൽ പുറത്താവാതെ 109 റൺസാണ് സഞ്ജു നേടിയത്. 9 സിക്സുകളും 6 ഫോറുകളും അടക്കം താരം സ്വന്തമാക്കി. പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി കൂടിയാണ് സഞ്ജുവിന്റേത്. നേരത്തെ ആദ്യ T20യിൽ 50 ബോളിൽ 107 റൺസോടെയാണ് അദ്ദേഹം ടീമിന്റെ നായകനായി മാറിയത്. തുടർന്നുള്ള 2 കളിയിലും സഞ്ജു സാംസൺ 0-ന് പുറത്തായിരുന്നു. മറ്റൊരു സെഞ്ചുറിയുമായി മത്സരത്തിൽ പ്രായശ്ചിത്തം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ താരം. സഞ്ജു കുറിച്ചത് ചരിത്രമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിന് മുമ്പ് സെഞ്ചുറികൾ അടിച്ചെടുത്ത ആദ്യത്തെ താരമെന്ന ലോക റെക്കോർഡാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയിരിക്കുന്നത്. അവസാനത്തെ 5 T20കളിലാണ് താരം ഈ വമ്പൻ നേട്ടം സ്വന്തമാക്കിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടി T20യിൽ സെഞ്ചുറി കുറിച്ച ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു നേരത്തെ തന്നെ മാറുകയുണ്ടായി. ബംഗ്ലാദേശുമായി അവസാന T20 പരമ്പരയിലെ അവസാന കളിയിലാണ് അദ്ദേഹം 47 ബോളിൽ 111 റൺസോടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് 3ാം സെഞ്ചുറിയോടെ ചരിത്ര റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തിയത്. വാനോളം പുകഴ്ത്തി ഫാൻസും സഞ്ജു സാംസന്റെ ഗംഭീര ഇന്നിംഗ്സിനെ സോഷ്യൽ മീഡിയയിൽ വാനോളം പ്രശംസിക്കുകയാണ് ആരാധകരെല്ലാം. എത്ര ഗംഭീരമായിട്ടാണ് ഈ മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്തതെന്നും ആരാധകർ പറയുകയുണ്ടായി. T20യിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആരാവണം എന്നതിന് ഒടുവിൽ ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ തന്നെ ഇനിയുള്ള T20 മത്സരങ്ങളിൽ ടീമിനായി ഓപ്പൺ ചെയ്യണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഋഷഭ് പന്തിനെ ഇനി ഒരിക്കലും T20 ടീമിൽ ഉൾപ്പെടുത്തരുത്. സഞ്ജുവിനെ തന്നെ ഈ റോളിൽ ഇന്ത്യ തുടർന്നും കളിപ്പിക്കണമെന്ന ആവശ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. റെക്കോർഡ് ടോട്ടൽ ജോഹന്നാസ്ബർഗിൽ വണ്ടേഴ്സിന് ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ റൺമഴ തന്നെയാണ് പിന്നീട് കണ്ടത്. ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 283 റൺസാണ് ഇന്ത്യ വാരിക്കൂട്ടിയത്. സഞ്ജു സാംസനെ കൂടാതെ തിലക് വർമ്മയും അപരിച സെഞ്ചുറിയാണ് ടീമിനെ തകർപ്പൻ സ്കോറിലേക്ക് എത്തിച്ചത്. തുടർച്ചയായ 2ാം T20യിലാണ് അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തിയതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. T20യിൽ രാജ്യത്തിന് പുറത്ത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന T20 ടോട്ടൽ കൂടിയാണ് ഈ മത്സരം. നേരത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കുറിച്ച 244 റൺസായിരുന്നു വിദേശത്തെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നത്. T20യിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച 2ാമത്തെ സ്കോറായിരുന്നു ഈ കളിയിൽ കണ്ടത്. തൊട്ടു മുമ്പത്തെ പരമ്പരയിൽ ബംഗ്ലാദേശിനെതിരെ വാരിക്കൂട്ടിയ 297 റൺസാണ് ഓൾ ടൈം റെക്കോർഡ് എന്നത്.